ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജുവാൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഇത് മോളുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം റെൻറ്റിന് എടുത്തതാണ്. അങ്ങനെ ഡ്രസ്സും ഓർണമെൻറ്റ്സ് എല്ലാം എൻ്റെ കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തന്നെ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമിൽ 6 പീസസ് ഉണ്ടെന്ന് ഡ്രസ്സിൽ. ലാസ്റ്റ് ടൈം മോളുടെ രംഗപ്രവേശം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ. അന്ന് മോളുടെ കോസ്റ്റ്യൂം നോക്കിയതും അതുപോലെ മേക്കപ്പ് എല്ലാം നോക്കിയതും ഡാൻസ് ടീച്ചറും ടീമും ആയിരുന്നേ. മോള് ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പാരീഷിൽ നിന്ന് മാണ്ഡ്യ ഡയസിസ് ലെവലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ജുവാൻ ഒരു ചാൻസ് കിട്ടിയതാണ്. ഈ ഒരു ഡാൻസ് ജുവാൻ തന്നെ പഠിച്ചതാണ്. തന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ലാപ്ടോപ്പിലും ടി വിയിലും എല്ലാം മാറി മാറി അവളിത് കണ്ട് ആ സ്റ്റെപ്പ് ഓരോന്നായിട്ട് അവൾ തന്നെ പഠിച്ച് എടുത്തതാണ്. ഇത് ആദ്യം സ്റ്റെപ്പെല്ലാം നോക്കി പഠിച്ചു, അത് കഴിഞ്ഞ് പാട്ട് വെച്ച് തന്നെ പഠിച്ചെടുത്തതാണ്. ജുവാനെ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് ആണെങ്കിലും ഈ ഡ്രസ്സ് ഇടുന്നതാണേലും ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അതുപോലെ ലാസ്റ്റ് ടൈം ഞാൻ മറ്റേ മൂവിക്ക് പോകുന്ന ഒരു വീഡിയോ ഇട്ടില്ല, അതിൽ ഗൗരി ഉണ്ടായിരുന്നല്ലോ. ഗൗരി ഒരു പ്രൊഫഷണൽ ഡാൻസറാണ്. അപ്പം ഗൗരിയുടെ അഡ്വൈസും കൂടെ എടുത്തിട്ടാണ് ഇന്ന് കോസ്റ്റ്യൂം ഇട്ടതും അതുപോലെ മേക്കപ്പ് എല്ലാം ചെയ്തെടുത്തതും. ഞാൻ വിചാരിച്ചതിലും കുറച്ചും കൂടെ എളുപ്പത്തിൽ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്കിതിൽ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ട് തോന്നിയത് ഈ അവസാനം ഈ റെഡ് അൾട്ട ഇടുന്നതാണ്. നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം ഏകദേശം എല്ലാം കൂടെ തീർന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് നമുക്ക് തീർക്കാം. മോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ബാംഗ്ലൂർ ധർമാരാം ക്യാമ്പസിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തി ആദ്യം നമ്മളൊന്ന് പള്ളി കയറിയെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഡാൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. നമ്മൾ ഉദ്ദേശിച്ചാലും നേരത്തെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. പിന്നെ ജുവാൻ ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് നേരം റോക്ക് പേപ്പർ സിസേഴ്സൊക്കെ കളിച്ചു. പിന്നെ എന്തോ ഒന്ന് മിസ്സിങ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പം പൊട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെലങ്കിയൊക്കെ ഇട്ടു. മാണ്ഡ്യ ഡയസിസിൻ്റെ ബിഷപ്പ് ഉണ്ടായിരുന്നു. ഡാൻസ് കഴിഞ്ഞപ്പോൾ ബിഷപ്പ് സ്റ്റേജിൽ വന്ന് മോളെ അപ്രീഷിയേറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് മേക്കപ്പ് എല്ലാം മാറ്റി സാധാരണ ഡ്രസ്സിലേക്ക് മാറി. അവിടുന്ന് തന്നെ നമുക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നേ. നമ്മളതെല്ലാം കഴിച്ചിട്ട് അധികം താമസിക്കാതെ തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരു 4 o'clock ആയി കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ കുളിച്ച് റെഡി ആയിട്ട് ഇന്ന് രാത്രിയിലൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ. അപ്പം പിന്നെ ഞങ്ങൾ അതിന് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഇട്ടുടനെ കാണാം. ബൈ.